ആർക്കാണോ ഇത്രയും മുട്ടണത്? അതിലിവിടെ തന്നെ അല്ലേ? ഇത് തന്നെ. എടാ ഞാനൊന്ന് അമ്പലത്തിൽ പോവാന്നേ. നിന്റെ പേരിലൊരു സ്വയംവര പുഷ്പാഞ്ജലി പറഞ്ഞിട്ടുണ്ട്. അമ്മേ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഈ പെണ്ണ് കല്യാണം അതൊന്നും വേണ്ട. എന്ന് പറഞ്ഞാൽ അങ്ങനെ? ഇപ്പൊ നീ എല്ലാം സെറ്റിൽ ആയില്ലയോ? ഇനി കല്യാണത്തെ കുറിച്ചൊക്കെ ആലോചിക്കാം. മനുഷ്യൻ കഷ്ടപ്പെട്ട് പഠിച്ച് ജോലിയൊക്കെ മേടിച്ച് സെറ്റിൽ ആവുന്നത് പെണ്ണ് കെട്ടാൻ വേണ്ടി മാത്രമാണ്. പിന്നെന്തിനാ സെറ്റിൽ ആവുന്നേ? എടാ പുറത്ത് 2 പെമ്പിള്ളാർ വന്നിരിക്കുന്നു. നിന്നെ എവിടെയോ വെച്ച് കണ്ടിഷ്ടപ്പെട്ടു വന്നതാ. നീ അവരോട് ചെന്ന് ഒന്ന് സംസാരിക്കേ. ഇതിപ്പോ ഡെയിലി വരുന്നുണ്ടല്ലോ 2-3 എണ്ണം. അമ്മേ, ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞേക്കാം, എനിക്ക് ഈ പെണ്ണ് കല്യാണം ഇതൊന്നും വേണ്ട വേണ്ട വേണ്ട. മോനെ നീ ഒന്ന് എഴുന്നേക്ക്, ഒന്ന് എഴുന്നേക്ക്. എടാ എഴുന്നേക്ക്. ചേച്ചി സ്വപ്നം വല്ലതും കണ്ടോ? ആ, ഒരു സ്വപ്നം കണ്ടു. ഞാനൊന്ന് അമ്പലത്തിൽ പോവാ. എന്റെ സ്വയംവര പുഷ്പാഞ്ജലി. ഈ വീട്ടിൽ കല്യാണം പെണ്ണെന്നങ്ങാണം മിണ്ടി പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്താ പറഞ്ഞ? അതെന്താ, എനിക്ക് കല്യാണം ഒന്നും കഴിക്കണ്ടേ? കഴിച്ചോ, പക്ഷെ സെറ്റിലായിട്ട് കഴിച്ചാ മതി. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. സെറ്റിൽ ആവുമല്ലോ. ഏത് കാലത്ത് സെറ്റിൽ ആവാനാടാ? എന്റെ സമയത്തിന്റെ വില നിനക്കറിയില്ല. മിനിറ്റിന് ലക്ഷങ്ങളാ. ഞാൻ നിമിഷങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന് വില നൽകിക്കൊണ്ടിരിക്കുക. നമ്മളുടെ രണ്ടുപേരുടെയും സമയത്തിന് ഇത്രയധികം വിലയുള്ളതുകൊണ്ട് ഞാൻ അധികം വലിച്ചു കിട്ടുന്നില്ല.